ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ ആർ.എസ്. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ 10th ലെവൽ മുതൽ +2 ലെവൽ വരെയുള്ള പരീക്ഷകളുടെ എല്ലാം സിലബസിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ, അല്ലേ? ഇമ്പോർട്ടൻ്റ് ആക്ട്. അപ്പോൾ ഈ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗത്തെ നമ്മൾ മറ്റൊരു ക്ലാസ്സാണ് ഈ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ക്ലാസ്സുകൾ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ സുപ്രധാന നിയമങ്ങൾ എന്നറിയപ്പെട്ട ഭാഗത്തെ കേരള PSC ചോദിച്ച പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ചോദ്യമാണ് നിങ്ങൾ ഈ കാണുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏതല്ല? ഓപ്ഷൻ എ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ പ്രവർത്തനങ്ങൾ. ഓപ്ഷൻ ബി, ക്യാബിനറ്റ് ഡോക്യുമെന്റുകൾ. ഓപ്ഷൻ സി, കോപ്പിറൈറ്റ് മുതലായ ബൗദ്ധിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. ഓപ്ഷൻ ഡി, എ, ബി ആൻഡ് സി. നമുക്ക് വളരെ ഈസി ആയിട്ട്, കാരണം ഈ നിയമങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവർക്ക് തന്നെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കാരണം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കാമെങ്കിലും ചില വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഒരു പൗരനോടും വെളിപ്പെടുത്താൻ ഗവൺമെന്റുകൾക്ക് ബാധ്യതയില്ല. ചില വിവരങ്ങൾ, ആ ചില വിവരങ്ങൾ എന്ന ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ സേന, അല്ലെങ്കിൽ ഇന്ത്യയുടെ പിന്നീട് ആർമി, നേവി, എയർഫോഴ്സ് മുതലായ സേനകൾ, BSF, സശസ്ത്ര സീമാ സെൽ, അതുപോലെ തന്നെ നമ്മുടെ ITBP മുതലായിട്ടുള്ള ഒരു വിഭാഗങ്ങളിൽ നിന്നും വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ലഭിക്കുന്നതല്ലെന്നാണ്. അപ്പോൾ അത് ഓപ്ഷൻ എ ശരിയായി വരുന്നുണ്ട്. ബിയോ, ക്യാബിനറ്റ് ഡോക്യുമെന്റുകൾ ഇത് ലഭിക്കുമോ? ലഭിക്കില്ല. ക്യാബിനറ്റ് പേപ്പറുകൾ, ക്യാബിനറ്റ് ഡോക്യുമെന്റുകൾ, അതുപോലെ കോപ്പിറൈറ്റ് മുതലായ ബൗദ്ധിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, അതും ലഭിക്കില്ല. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ് ശരി ഉത്തരം. ഏത് പറയാം? എ, ബി ആൻഡ് സി എന്നാണ്. ഓപ്ഷൻ എ, ബി ആൻഡ് സി എന്നതാണ് ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഈ ഒരു ഭാഗത്തിന്റെ ചർച്ചയിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം 2005. വിവരാവകാശ നിയമം ലോകസഭയാണ് ആദ്യം പാസ്സാക്കിയത് 2005 മെയ് മാസം 11-ാം തീയതി ലോകസഭ പാസ്സാക്കി. വിവരാവകാശ നിയമം രാജ്യസഭ പാസ്സാക്കിയത് 2005 മെയ് മാസം തന്നെ, തൊട്ടടുത്ത ഡേറ്റ് മെയ് 12 രാജ്യസഭ പാസ്സാക്കി. രാഷ്ട്രപതി ഒപ്പുവെച്ചതാകട്ടെ 2005 ജൂൺ 15. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2005 ജൂൺ 15. ഇന്ത്യയിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട നിയമം ഗസറ്റിൽ എന്നാണ് പ്രസിദ്ധീകരിച്ചത് 2005 ജൂൺ 21. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്, നിലവിൽ വന്നത്, കെയിം ഇൻ ഇഫക്റ്റ് ഓൺ എന്നാണ് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ. അപ്പൊ ഇത്തരം ഡേറ്റ് പെട്ടെന്ന് ഓർത്തു വയ്ക്കാം. വിവരാവകാശ നിയമം പാസ്സാക്കപ്പെട്ട ഡേറ്റുകൾ, നിലവിൽ വന്ന ഡേറ്റ് പഠിച്ച്, നിലവിൽ വന്നത് 2005 ഏത് മാസമാണ്? ഒക്ടോബർ മാസം 12-ാം തീയതി, ഒക്ടോബർ 12. ഓക്കെ, നോക്കൂ ഉദ്യോഗാർത്ഥികളെ, വിവരാവകാശ രേഖയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ചില വിവരങ്ങൾ ഒരു പൗരനോടും വെളിപ്പെടുത്താൻ ഗവൺമെന്റിന് ബാധ്യതയില്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വകുപ്പ് 8 ശരി ഉത്തരം. സെക്ഷൻ 8. കണ്ടോ നിങ്ങൾ ഈ പോയിന്റ്? അപ്പൊ വിവരാവകാശ രേഖയുടെ എത്രാമത്തെ? വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 8 പ്രകാരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെ? ഈ വകുപ്പ് അനുസരിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ ഒരു പൗരനോടും വെളിപ്പെടുത്താൻ ഗവൺമെന്റിന് ബാധ്യതയില്ല. മനസ്സിലാവുന്നുണ്ടോ? ചില വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഒരു ഗവൺമെന്റിനും ഒരു പൗരനോടും ബാധ്യതയില്ല. ഏതൊക്കെയാണ് വിവരങ്ങൾ? ശ്രദ്ധിക്കുക. ചില വിവരങ്ങൾ ഒരു കാരണവശാലും വെളിപ്പെടുത്തേണ്ടതില്ല ഗവൺമെന്റുകൾ. ഒന്ന്, ഇന്ത്യയുടെ പരമാധികാരത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ,
അഖണ്ഡതയെ ബാധിക്കുന്ന വിവരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല വിവരാവകാശ മറുപടി അല്ലെങ്കിൽ വിവരാവകാശ അപേക്ഷയിൽ. അപ്പൊ ഇന്ത്യയുടെ പരമാധികാരത്തെയോ അഖണ്ഡതയോ, ഇന്ത്യയുടെ സോവർണിറ്റിയും ഇന്റഗ്രിറ്റി, അഖണ്ഡതയും പരമാധികാരത്തെയും ബാധിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ അപേക്ഷയിന്മേൽ ലഭിക്കേണ്ടതില്ല. കണ്ടോ? അടുത്ത് നോക്കിക്കേ, രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്നവ. രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഒരു കാരണവശാലും നൽകാൻ പാടില്ല. ആരെങ്കിലും വിവരാവകാശം കൊടുക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ, എവിടെയെല്ലാമാണ് ഇന്ത്യൻ പട്ടാളക്കാർ ക്യാമ്പ് ചെയ്യുന്നത്, ഇന്ത്യൻ പട്ടാളക്കാരിലുള്ള ഏതെല്ലാം മോഡൽ തോക്കുകളാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? ഇല്ല. അപ്പോൾ രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങളും കിട്ടില്ല. പിന്നെയോ, സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്ത്രപരമോ ശാസ്ത്രീയമോ സാമ്പത്തികമോ ആയ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിവരങ്ങൾ. രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ തന്ത്രപരമോ ശാസ്ത്രീയമോ സാമ്പത്തികമോ ആയ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിവരങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? നോട്ട് നിരോധനം ഇന്ത്യയിൽ പ്രഖ്യാപിച്ചു റിസർവ് ബാങ്ക്, ശരിയല്ലേ? ആരെങ്കിലും വിവരാവകാശം കൊടുക്കണം, അടുത്ത നോട്ട് നിരോധനം എന്താണ് വരുന്നത്, അതിന് മുൻപ് എനിക്ക് അറിയിപ്പ് ലഭിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അപ്പൊ സാമ്പത്തികമോ രാഷ്ട്രീയമോ തന്ത്രപരമോ ആയ വിവരങ്ങളും നമുക്ക് വിവരാവകാശ അപേക്ഷയിൽ ലഭിക്കില്ല. ഓക്കെ, അടുത്ത് നോക്കിക്കേ, വിവരാവകാശ രേഖയുടെ സെക്ഷൻ 8 പ്രകാരം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിക്കില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതും വിവരാവകാശ അപേക്ഷയിൽ ലഭിക്കില്ല. പിന്നീടോ, ഇന്ത്യയുടെ യുദ്ധതന്ത്രം, ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തെ സംബന്ധിച്ച്. പിന്നെയോ, കോടതിയുടെയോ ട്രൈബ്യൂണലിന്റെയോ അല്ലെങ്കിൽ പ്രത്യേക അവകാശങ്ങൾ ലംഘിക്കുന്നതോ കോടതി ഉത്തരവുകളാൽ പ്രസിദ്ധീകരണം നിരോധിച്ചിരിക്കുന്നതുമായ വിവരങ്ങൾ. ഉണ്ടോ? കോടതിയുടെയോ ട്രൈബ്യൂണലുകളുടെയോ പ്രത്യേക അവകാശങ്ങൾ ലംഘിക്കുന്നതോ കോടതി ഉത്തരവുകളാൽ പ്രസിദ്ധീകരണം നിരോധിച്ചിരിക്കുന്നതുമായ വിവരങ്ങൾ, അത്തരം വിവരങ്ങളും വിവരാവകാശ അപേക്ഷയിൽ എന്ത് ചെയ്യില്ല, ലഭിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും ആക്രമിച്ചു, അല്ലെങ്കിൽ പ്രമാദമായൊരു കേസിലെ ഒരു പ്രതിയെ മറ്റൊരു വ്യക്തിയെ ആക്രമിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ വിശദാംശമായി ഷൂട്ട് ചെയ്ത് അത് കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ ഒരാൾ, നമ്മുടെ നാട്ടിൻപുറത്തെ ഒരാൾ അപേക്ഷ കൊടുക്കുകയാണ്, എനിക്ക് ആ വീഡിയോയുടെ കോപ്പി ഒന്ന് വേണം എന്ന് പറഞ്ഞ് പെൻഡ്രൈവായിട്ട് ചെന്നാൽ കിട്ടുമോ? ഇല്ല. അപ്പൊ കോടതിയുടെയോ ട്രൈബ്യൂണലിന്റെയോ പ്രത്യേക അവകാശങ്ങളെ ലംഘിക്കുന്നതോ കോടതി ഉത്തരവുകളാൽ പ്രസിദ്ധീകരണം നിരോധിച്ചിരിക്കുന്നതുമായ ഒരു കണ്ടന്റുകളും വിവരാവകാശ അപേക്ഷയിന്മേൽ ലഭിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കോടതി ഏതെങ്കിലും ഒരു സിനിമ, ഒരു വീഡിയോ അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല, നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറയുകയാണ്. അത്തരം വീഡിയോകൾ നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ അത് കിട്ടില്ല. വിവരാവകാശമല്ല, ഏത് അപേക്ഷയിന്മേലും ലഭിക്കില്ല. അടുത്തത്, പാർലമെന്റിന്റെയോ ഇന്ത്യൻ പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭകളുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനം ആയേക്കാവുന്ന വിവരങ്ങൾ. ഇന്ത്യൻ പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭകളുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ വിവരാവകാശ അപേക്ഷയിന്മേൽ ലഭിക്കില്ല. പിന്നെയോ, പൊതുജന താല്പര്യമില്ല എന്ന് യുക്താധികാരിക്ക് തൃപ്തികരമായി ബോധ്യപ്പെട്ടതും മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനികരമായേക്കാവുന്ന വ്യാപാര, വാണിജ്യ, സ്വത്ത്, വിശ്വസ്തത എന്നിവ ഉൾപ്പെടുന്ന വിവരങ്ങൾ, അത്തരം വിവരങ്ങളും വിവരാവകാശ അപേക്ഷയിന്മേൽ ലഭിക്കില്ല. എന്താണ് പറഞ്ഞത്? മനസ്സിലായോ? എന്താണ്? പൊതുജന താല്പര്യമില്ല എന്ന് യുക്താധികാരിക്ക് തൃപ്തികരമായി എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമേ അല്ല ഈ ഒരാൾ വിവരാവകാശ പ്രകാരം ചോദിച്ചിരിക്കുന്നത്. അതായത് പൊതുജന താല്പര്യമുള്ള ഒരു വിഷയമേ അല്ല, പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമേ അല്ല. പിന്നെയോ, മാത്രമല്ല തേർഡ് പാർട്ടി, മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനിയായേക്കാവുന്ന വ്യാപാര, വാണിജ്യ, സ്വത്ത് സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ, വിവരങ്ങൾ ഉൾപ്പെടുന്ന വിവരങ്ങൾ അതും ലഭിക്കില്ല. മനസ്സിലാവും? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തടുത്ത് രണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്. ഓണം വരാൻ പോകുമ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമസ്ഥൻ വിവരാവകാശം കൊടുക്കുകയാണ്, തൊട്ടടുത്ത ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഓണത്തിന് ഏതെല്ലാം ഓഫറാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, അവർ ഏതെല്ലാം മെറ്റീരിയൽ ഇറക്കുമതി ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ 5 ചോദ്യങ്ങൾ. മറുപടി കിട്ടുമോ? ഇല്ല. കാരണം അതിന്റെ മറുപടി മറ്റേ ടെക്സ്റ്റൈൽസിന്റെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന്, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥാനത്തിന് എന്ത് ചെയ്യും? ഹാനി ഉണ്ടാക്കും, അയാളുടെ ബിസിനസ് പൊളിയാൻ കാരണമായേക്കും. അത്തരം വിവരങ്ങളും വിവരാവകാശത്തിന്റെ അപേക്ഷയിൽ ലഭിക്കില്ല. മനസ്സിലാവും? അപ്പൊ ഇവിടെ പറഞ്ഞുതരാം. പൊതുജന താല്പര്യമില്ല എന്ന് യുക്താധികാരിക്ക് തൃപ്തികരമായി ബോധ്യപ്പെട്ടതും മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനിയായേക്കാവുന്നതുമായ വ്യാപാര, വാണിജ്യ, സ്വത്ത് വിവരങ്ങൾ ഉൾപ്പെട്ട വിവരങ്ങളും ലഭിക്കില്ല. പിന്നെയോ, അടുത്തതോ, പരസ്പര വിശ്വാസത്തിൽ
വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ച വിവരങ്ങൾ, പരസ്പര വിശ്വാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ച വിവരങ്ങൾ, അത്തരം വിവരങ്ങളും വിവരാവകാശ അപേക്ഷ ലഭിക്കില്ല. പിന്നെയോ ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുന്ന അല്ലെങ്കിൽ സുരക്ഷാ ആവശ്യങ്ങൾക്കോ നിയമപാലകർക്കോ വേണ്ടി രഹസ്യമായി കൈമാറിയ വിവരങ്ങളുടെ ഉറവിടം വ്യക്തമായേക്കാവുന്ന വിവരങ്ങളും വിവരാവകാശ അപേക്ഷയിൽ ലഭിക്കില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയ കഞ്ചാവ് മാഫിയ, ആ വലിയ കഞ്ചാവ് മാഫിയയെ പിടികൂടാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ പോലീസിനെ സഹായിക്കുന്നു. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനെ രഹസ്യമായി വിവരം കൊടുക്കുന്നു, ഇന്ന ഗോഡൌണിൽ ഇത്ര ടൺ കഞ്ചാവ് ഉണ്ട്, നിങ്ങൾ ഇപ്പം പോയാൽ അവരെ അറസ്റ്റ് ചെയ്യാം. പോലീസ് ഇതിന് പ്രകാരം അവരെ പോയി അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കഞ്ചാവ് കൈവശം വെച്ചിരുന്ന മുതലാളി ഉടമസ്ഥരൊക്കെ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് പോലീസ് ഇത് കണ്ടെത്തിയത്? അപ്പോൾ ആരോ ഒറ്റ കൊടുത്ത് കാണും. ഒറ്റ കൊടുത്തത് ആരാണെന്ന് അറിയാൻ പോലീസിന് വിവരാവകാശം കൊടുക്കുകയാണ്. ആരാണ് ഞങ്ങളുടെ കഞ്ചാവ് ബിസിനസ് കാണിച്ചു തന്നത് എന്ന് പറഞ്ഞാൽ മറുപടി കിട്ടുമോ? ഇല്ല. കാരണം മറുപടി കൊടുത്താൽ ഈ വിവരം കൊടുത്ത ആളിന്റെ സുരക്ഷ അപകടത്തെ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അപകടമുണ്ടാക്കും. മാത്രമല്ല രഹസ്യമായി നിയമപാലകർ കൈമാറിയ വിവരങ്ങളുടെ ഉറവിടം, സോഴ്സ് തെളിയിക്കുന്ന അല്ലെങ്കിൽ വെളിവാക്കുന്ന കാര്യങ്ങളും വെളിപ്പെടുത്താൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓരോ കേസും പോലീസിന് വിവരം കിട്ടിയത് എവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞ് വിവരാവകാശം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ് പറയുക, ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുന്ന അല്ലെങ്കിൽ സുരക്ഷാ ആവശ്യങ്ങൾക്കോ നിയമപാലകർക്കോ വേണ്ടി രഹസ്യമായി കൈമാറിയ വിവരങ്ങളുടെ ഉറവിടം തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങളും വിവരാവകാശ അപേക്ഷയിൽ നൽകേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ കുറ്റവാളികളുടെ വിചാരണയെയോ അന്വേഷണ പ്രക്രിയയെയോ മോശകരമായി ദോഷകരമായി ബാധിക്കുന്നതോ തടസ്സപ്പെടുത്തുന്നതോ ആയ വിവരങ്ങൾ കേട്ടോ. കുറ്റവാളികളുടെ അന്വേഷണ പ്രക്രിയയെയോ കുറ്റവാളികളുടെ കേസന്വേഷണത്തെയോ അല്ലെങ്കിൽ വിചാരണയെയോ ഒക്കെ തന്നെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, അത്തരം വിവരങ്ങളും വിവരാവകാശ അപേക്ഷയിൽ ലഭിക്കില്ല. പിന്നെയോ വ്യക്തിപരമായ വിവരങ്ങളെ സംബന്ധിക്കുന്നതോ പൊതുജന താല്പര്യ പ്രവർത്തനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തതും ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതുമായ വിവരങ്ങൾ, അതും വിവരാവകാശ അപേക്ഷന്മേൽ ലഭിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരാളിന്റെ എന്താ പറയാ, പൊതു താല്പര്യമുള്ള ഒരു വിഷയമേ അല്ല. മനസ്സിലാവും? വ്യക്തിപരമായ വിവരങ്ങളെ സംബന്ധിക്കുന്ന ഒരു വിവരം. ഇപ്പോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി ചികിത്സയിൽ പോയി, ചികിത്സയുടെ മുഴുവൻ വിവരങ്ങളും വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഒരാൾ വിവരാവകാശം കൊടുത്താൽ കിട്ടുമോ? കാരണം അത് ഒന്ന് അയാളുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതാണ്. ആണോ അല്ലയോ? ഇയാൾക്ക് അത് എന്ത് താല്പര്യമാണ് ഉണ്ടാവേണ്ടത്? പൊതുജന താല്പര്യമുള്ള പ്രശ്നമേ അല്ല. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതോ അയാളുടെ സ്വകാര്യമായ വിവരങ്ങളെ സംബന്ധിക്കുന്നതോ പൊതു താല്പര്യ പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവും, പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വിഷയം, അത്തരം വിഷയങ്ങളിലും വിവരാവകാശ അപേക്ഷയിന്മേൽ എന്ത് ലഭിക്കില്ല? മറുപടി ലഭിക്കേണ്ടതില്ല, അല്ലെങ്കിൽ വിവരങ്ങൾ നൽകേണ്ടതില്ല. പിന്നെ അവസാനത്തെ ഒരു ഭാഗമാണ് ക്യാബിനറ്റ് പേപ്പറുകൾ, ക്യാബിനറ്റ് ഡോക്യുമെന്റുകൾ അഥവാ ക്യാബിനറ്റ് പേപ്പറുകൾ. ഓർത്തിരിക്കണം, ക്യാബിനറ്റ് പേപ്പർ എന്താണ്? ക്യാബിനറ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ചർച്ചയ്ക്ക് വിധേയമാക്കാനും വേണ്ടി ഔദ്യോഗികമായി ലഭ്യമാകുന്ന ഡോക്യുമെന്റുകളെയാണ് ക്യാബിനറ്റ് പേപ്പറുകൾ എന്ന് പറയുക. ഈ ക്യാബിനറ്റ് പേപ്പറുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രിസഭ ചർച്ചകൾ നടത്തുകയും തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന ഡേറ്റിൽ കൂടിയ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ എന്തെല്ലാമെന്ന് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് വിവരാവകാശം കൊടുത്താൽ കിട്ടും. പക്ഷേ ക്യാബിനറ്റ് പേപ്പറുകൾ ലഭിക്കില്ല, ക്യാബിനറ്റ് ഡോക്യുമെന്റുകൾ ലഭിക്കില്ല. അപ്പൊ ക്യാബിനറ്റ് പേപ്പർ വേറെയാണ്, മന്ത്രിസഭാ തീരുമാനം വേറെയാണ്. ക്യാബിനറ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പറയപ്പെട്ട മന്ത്രിസഭയുടെ ക്യാബിനറ്റിന്റെ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി ചർച്ചയ്ക്ക് വിധേയമാക്കാനും പഠനങ്ങൾ നടത്താനും മന്ത്രിസഭയ്ക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാനും സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാനും ഒക്കെ ലഭിക്കുന്ന ഔദ്യോഗിക ഡോക്യുമെന്റുകളെയാണ് ക്യാബിനറ്റ് പേപ്പറുകൾ എന്ന് വിളിക്കുക. അപ്പൊ അത് വിവരാവകാശത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല. മനസ്സിലായോ? അപ്പോ ചില പ്രത്യേക വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ചില പ്രത്യേക വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരമുള്ള വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരം വിവരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്യാബിനറ്റ് പേപ്പറുകൾ, പരസ്പര വിശ്വാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൈമാറിയ വിവരങ്ങൾ, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം, ഇന്ത്യയുടെ യുദ്ധതന്ത്രം, കോടതികളുടെയും ട്രൈബ്യൂണലിന്റെയും പ്രത്യേക അവകാശങ്ങൾ ലംഘിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവൻ, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയെ ഹാനികരമായി ബാധിക്കുന്നതോ നിയമപാലകർക്ക് രഹസ്യമായി കൈമാറിയ വിവരങ്ങളുടെ ഉറവിടം വെളിവാക്കുന്ന വിവരങ്ങൾ,
അതുപോലെ ഒരു കുറ്റവാളിയുടെ വിചാരണയെയോ അന്വേഷണ പ്രക്രിയയോ തടസ്സപ്പെടുത്താവുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ പൊതുജന താല്പര്യമുള്ള വിഷയമല്ലെന്ന് യുക്താധികാരിക്ക് ബോധ്യപ്പെട്ടതും മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനിയായേക്കാവുന്നതുമായിട്ടുള്ള വാണിജ്യ സാമ്പത്തിക താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വിവരങ്ങൾ, അല്ലെ, പൊതുജന താല്പര്യമില്ല, പൊതുകാര്യ പ്രസക്തമല്ലാത്ത തികച്ചും വ്യക്തിപരമായ വിവരങ്ങളും ഇത്തരത്തിൽ വിവരാവകാശ അപേക്ഷയിന്മേൽ നൽകേണ്ടതില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും പ്രത്യേക അവകാശങ്ങളെ ലംഘിക്കുന്ന വിവരങ്ങൾ, അത്തരം വിവരങ്ങളൊന്നും വിവരാവകാശത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല എന്നുള്ളത്. എന്നാൽ ചില പ്രത്യേക സംവിധാനങ്ങളുണ്ട്. സേനാ വിഭാഗങ്ങൾ, നേരത്തെ പറഞ്ഞില്ലേ, ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സേനകൾ BSF, CRPF, ITBP, സശസ്ത്ര സീമാ ബൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയപ്പെട്ട എയർഫോഴ്സ്, ആർമി മുതലായിട്ടുള്ള സേനാ വിഭാഗങ്ങൾ, ആ സേനാ വിഭാഗങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി ലഭിക്കില്ല എന്നോർക്കണം. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കണ്ടീഷൻ ഓർക്കണം. അത് കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ചില സ്ഥാപനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിന്നും വിവരങ്ങൾ ആരായാൻ ഒരു പൗരന് അവകാശമുണ്ട്. ഏതാണ് ഈ പ്രത്യേക സാഹചര്യം? ഒന്ന്, മനുഷ്യാവകാശ പ്രശ്നത്തെ സംബന്ധിച്ച വിഷയം. രണ്ട്, അഴിമതി, കറപ്ഷൻ. ഉണ്ടോ? അപ്പൊ മനുഷ്യാവകാശം, അഴിമതി, ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ ആരായാൻ വിവരാവകാശ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്ന് ഓർത്തിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. മിസ്റ്റർ എ, ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിരിക്കുന്ന ഏത് വകുപ്പിന്റെ ലംഘനമാണ്? ഓപ്ഷൻ എ 66F, ഓപ്ഷൻ ബി 67A, ഓപ്ഷൻ സി 68A, ഓപ്ഷൻ ഡി 77B. ഏതായിരിക്കും ശരി ഉത്തരം? നമുക്കറിയാം, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയോ ഇന്റർനെറ്റ് വഴിയോ ഡിജിറ്റൽ മാധ്യമം വഴിയോ അശ്ലീല കണ്ടന്റുകൾ, വീഡിയോകൾ, ചിത്രങ്ങളൊക്കെ അയക്കുന്നതിനെ വിളിക്കുന്ന പേര് പോണോഗ്രാഫി എന്നാണ്. പോണോഗ്രാഫി. അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണെന്ന് പറയുന്ന വകുപ്പ് ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഏതായിരിക്കും? അത് 67A, സെക്ഷൻ 67A എന്നാണ് അവിടുത്തെ ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ കുട്ടികളുടെ മറ്റൊരു ചോദ്യം കൂടി. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ IT ആക്ട് 2000 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്? 67B. ഇവിടുത്തെ ശരി ഉത്തരം 67B. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ രണ്ടും IT ആക്ടിനെ കുറിച്ചാണ്. നമുക്കറിയാം, IT ആക്ടിൽ ഇത്തരം നമ്മുടെ ഈ ചോദ്യങ്ങളെല്ലാം 67 എന്നൊരു വകുപ്പിനെ ചുറ്റിപ്പറ്റിയാണ്. 67 ബേസിക്കലി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിലോ മറ്റോ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുന്നതിനോ ഉള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67. ഉണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഡിജിറ്റൽ രൂപത്തിലോ മറ്റോ അശ്ലീല ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്? 67. നമുക്ക് നോക്കുക, ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതും ഈ സെക്ഷന്റെ പരിധിയിൽ വരുന്ന കുറ്റകരണം. അപ്പൊ സെക്ഷൻ 67 പൊതുവിൽ ഇത്തരത്തിൽ അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റ് വഴിയോ ഡിജിറ്റൽ മാധ്യമം വഴിയോ ഒക്കെ പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുക. പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സെൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം എന്നാണ് പറയുക. ഇലക്ട്രോണിക് രൂപത്തിലുള്ള, നമുക്കറിയാം, ഒബ്സെൻസ് ആയിട്ടുള്ള മെസ്സേജുകൾ, അല്ലെ, ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ ഇത്തരത്തിൽ അയക്കുന്നതാണ്. അപ്പൊ 67 പ്രകാരമുള്ള ശിക്ഷ, കുറ്റമാദ്യത വേണയാണ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയും. 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയുമാണ്. കുറ്റം ആവർത്തിച്ചാൽ 3 എത്രയായി? 5 വർഷം വരെ തടവും അതുപോലെ 10 ലക്ഷം രൂപ പിഴയുമാണ്. ഈ കുറ്റകൃത്യം നോൺ ബെയിലബിൾ ഒഫൻസ് ആയിരിക്കും, ജാമ്യം കിട്ടാത്തതായിരിക്കും. 67. ഓക്കെ. ഇനി 67A
67B, അതാണ് നമ്മുടെ ആദ്യം പറഞ്ഞ രണ്ട് ചോദ്യങ്ങളും, 67A പറ്റിയും 67B പറ്റിയും അല്ലെ. 67A എന്നറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് മെറ്റീരിയൽ containing sexually explicit act etc. in form of ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോകൾ അല്ലെങ്കിൽ ഇമേജുകൾ, ചിത്രങ്ങൾ മുതലായവ കൈമാറുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് 60. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്? 67A. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക ഇത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പാണ് 67A. നമുക്കറിയാം ഇത്തരം പ്രവർത്തികളെ വിളിക്കുന്ന പേര് പോണോഗ്രാഫി എന്നാണ്. അപ്പൊ പോണോഗ്രാഫിയെ പറ്റി പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അത് സെക്ഷൻ 67A, പോണോഗ്രഫി. മനസ്സിലാവുന്നുണ്ടോ? നോക്കുക, ഈ പോണോഗ്രഫി കുറ്റം ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ സെക്ഷൻ 67A പ്രകാരമുള്ള കുറ്റകൃത്യം ആദ്യ തവണ ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്ന ശിക്ഷ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും. 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. എന്നാൽ കുറ്റം ആവർത്തിച്ചാൽ, രണ്ടാം തവണയും കുറ്റം ചെയ്താൽ മിനിമം ശിക്ഷ എത്രയാണ്? പരമാവധി എത്രയാണ്? 7 വർഷം. 5 എന്നുള്ള എത്രയും ഉയർന്നു? 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. പ്രത്യേകിച്ച് ഓർക്കണം, 67A പ്രകാരമുള്ള ഈ കുറ്റകൃത്യങ്ങളെല്ലാം കൊഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ആയിരിക്കും. കൊഗ്നൈസബിൾ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റകൃത്യങ്ങളെ വിളിക്കുന്ന പേരാണ് കൊഗ്നൈസബിൾ ഒഫൻസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്തരം കുറ്റകൃത്യങ്ങൾ, അതായത് വീണ്ടും ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. ഈ കുറ്റകൃത്യങ്ങൾ കൊഗ്നൈസബിൾ ആണ്, അതുപോലെ നോൺ ബെയിലബിൾ ആണ്, ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളാണ്. അത് കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങളുമാണ്. കിട്ടിയല്ലോ പറഞ്ഞത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് 67B. ഞാൻ ഈ പറഞ്ഞ ഇതേ പോണോഗ്രഫി കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട്, കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു മാനദണ്ഡത്തിൽ ചെയ്താൽ അത് കുറച്ചുകൂടി കടുത്ത കുറ്റകൃത്യമാണ്. 67B പ്രകാരമുള്ള കുറ്റകൃത്യം. കണ്ടോ? പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ ഡെപിക്റ്റിംഗ് ചിൽഡ്രൻ ഇൻ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട് എക്സെട്ര ഇൻ ഇലക്ട്രോണിക് ഫോം. അല്ലെ, ഒരു കുട്ടി അടങ്ങിയ അശ്ലീല ചിത്രങ്ങളോ വീഡിയോകളോ പ്രചരിപ്പിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്തരം പ്രവൃത്തിയെ വിളിക്കുന്ന പേര് ചൈൽഡ് പോണോഗ്രഫി എന്നാണ്. എന്താ വിളിക്കണോ? ചൈൽഡ് പോണോഗ്രഫി. അപ്പൊ ചോദിക്കാം, ചൈൽഡ് പോണോഗ്രഫി എന്താണ്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 67B. അപ്പൊ ചൈൽഡ് പോണോഗ്രഫിയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഇത് തന്നെയാണ്, 67B ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. 67B. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഈ ചൈൽഡ് പോണോഗ്രഫിക്കുള്ള ശിക്ഷ? കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല ചിത്ര നിർമ്മാണം, കുട്ടികൾ ഉൾപ്പെടുന്ന അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുക, പ്രദർശിപ്പിക്കുക, ശിക്ഷ എന്താ? ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ. 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും. കുറ്റം ആവർത്തി കഴിഞ്ഞാൽ ശിക്ഷ എത്രയാണ്? 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും. കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. കുറ്റകൃത്യം കൊഗ്നൈസബിൾ ആണ് ആൻഡ് നോൺ ബെയിലബിൾ. നേരത്തെ പറഞ്ഞു എന്താണ് കൊഗ്നൈസബിൾ എന്നും നോൺ ബെയിലബിൾ എന്നും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 67, 67A, 67B എന്നിവ പറഞ്ഞു. ഇനി നമുക്കറിയാം പോണോഗ്രഫി എന്ന വാക്കും ചൈൽഡ് പോണോഗ്രഫി രണ്ട് നിങ്ങൾ പരിചയപ്പെട്ടതാണ്. എന്താണ് പോണോഗ്രഫി? അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നതാണ് പോണോഗ്രഫി. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് പോണോഗ്രഫി. ഇനി ഇന്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക, പ്രദർശിപ്പിക്കുക അല്ലെ, അതിനെ വിളിക്കുന്ന പേര് ചൈൽഡ് പോണോഗ്രഫിയാണ്. കുട്ടികൾക്കെതിരായുള്ള കുട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള നീലചിത്രങ്ങൾ പോലെയുള്ളവ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ തടയാനായി കേരള പോലീസ് ആവിഷ്കരിച്ച കർമ്മ പരിപാടിയുടെ പേര് ഓപ്പറേഷൻ പി ഹണ്ട് എന്നാണ് ഓർക്കണം. ഓപ്പറേഷൻ പി ഹണ്ട് ആണെന്ന് നിങ്ങൾ അവിടെ ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഉദ്യോഗാർത്ഥികളെ, നിങ്ങളുടെ സിലബസിലെ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സീരീസിന്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ ഇന്ന് പറഞ്ഞത്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തതയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ മികച്ച ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്തുകൊണ്ട്
നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ ഹൗസ് ക്ലാസ്സുകളും ലഭ്യമാകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കുക. ഒപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു ക്ലാസ്സിൽ മറ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.